വലിയൊരു ജാഥ നടത്തുകയാണ്. വി.ഡി. സതീശനാണ് ജാഥയുടെ മുഖമായി മാറുന്നത്. കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ വി.ഡി. സതീശന്റെ ജാഥയ്ക്ക് കഴിയുന്നു. അതൊക്കെ കാത്തിരുന്ന് കാണണം. വി.ഡി. സതീശൻ്റെ മുഖം കണ്ടുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ആ മുഖത്തിൻ്റെ പുറകിൽ യഥാർത്ഥ നയിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന മുഖമുണ്ട്. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുഖവും വാൾപോസ്റ്റും നല്ല ചിരിക്കുന്ന ചിരിയോടുകൂടിയുള്ള വലിയ തലകം കാണിച്ചുകൊണ്ട് ആ വിജയിക്കണമെന്നില്ല. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവെന്നില്ല അദ്ദേഹത്തെ നിലനിർത്തിയെങ്കിൽ ഇതിൽ നിന്ന് പുറകിൽ നിന്ന് നയിക്കുന്ന ശക്തികളുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമായും വേണുഗോപാൽ വളരെ ശക്തമായി വേണുഗോപാലിൻ്റെ ഇടപെടലുകളും സഹായങ്ങളും സാമ്പത്തിക സഹായം തന്നെ ഞാൻ തുറന്നു പറയുകയാണ്. അതായത് നല്ലപോലെ ഇവിടെ ഒഴുക്കുന്നതുകൊണ്ടാണ് ഈ കാണുന്ന ഓഡിയൻസ് വരും. അല്ലെങ്കിൽ ഇതൊക്കെ ഓഡിയൻസ് പുറകെ പോയിട്ട് ഒരു വടി പോലും ഇവിടെ പൊങ്ങത്തില്ലായിരുന്നു. അത് ഈ കൊച്ചിയുടെ എല്ലാം ഇപ്പോൾ കേരളം മുഴുവൻ കാണുന്നുണ്ട്. ഇതെല്ലാം പോകുന്നു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പ്രചരണത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ വളരെ പ്രവർത്തന പാരമ്പര്യവും അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ അവർ പ്രായോഗിക ബുദ്ധിയുള്ള രണ്ട് മുഖങ്ങൾ അതിൻ്റെ പുറകിൽ ശക്തമായി നിൽപ്പ് ഉണ്ട് എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം. ഇത് ഇദ്ദേഹത്തിന് തറപറ പറയാൻ വേണ്ടിയിട്ട് മുമ്പിൽ നിർത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരൊറ്റൊരു കാര്യം, ഈ സർക്കാർ തന്നെ ഒരു മദ്യം പുറത്തിറക്കാൻ തീരുമാനിച്ചു. ആദ്യം അതിൻ്റെ പേര് മലബാർ മിസ്ട്രി ഇടാനാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കളിയാക്കലോ വരുന്നത്. അതും കൂടെ മലബാറിന് കൊടുത്തു എന്ന് അങ്ങ് പറയുമെന്ന്. അല്ല, എനിക്കല്ല, ഒന്നുമല്ല. ഈ മലബാർ എന്ത് ഈ പേര് ഇഷ്ടമല്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമെന്നുള്ളതുപോലെ ഈ കേരളത്തിൻ്റെ ഗവൺമെൻറ് സ്വന്തമായ ഒരു ഡിക്ഷണറി ഉണ്ടാക്കി കുറേ പേർക്ക് ജോലിയും. മക്ഡോണിൽ നിന്ന് പോയില്ലേ അവിടെ നിന്ന് എന്തുമാത്രം ഉണ്ടാക്കുന്നത്? പ്രൈവറ്റ് അല്ലായിരുന്നു. ഇന്നിപ്പോൾ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കി പ്രൊഡക്ഷൻ ഉണ്ടാക്കി ഗവൺമെൻറ് കൊടുക്കുന്നു. അത് ഗവൺമെൻറ് കുറേ പേർക്ക് ജോലി കൊടുക്കുന്നെങ്കിൽ നല്ലതല്ലേ? അതിനു പകരം ഒരു മലബാർ എന്ന പേരിൻ്റെ പേരിൽ വിവാദങ്ങൾ കാണാറുണ്ട്. പിന്നെ വിവാദങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവാദം എന്നുള്ളതല്ലാതെ അത് മറ്റൊന്നും ഞാൻ കാണുന്നില്ല.